ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എടോ, ഒരു കണക്കിന് സന്തോഷിക്കല്ലേ വേണ്ടത്. സ്വപ്നത്തിലെങ്കിലും അച്ഛൻ തന്റെ അടുത്തേക്ക് വന്നില്ലേ? കൂടെ ഇരുന്നില്ലേ? തന്നോട് സംസാരിച്ചില്ലേ? എന്റെ അച്ഛനും അമ്മയും ഒന്നും സ്വപ്നത്തിൽ പോലും എനിക്ക് കൂട്ടായിട്ട് വരാറില്ല. മരണപ്പെട്ട ആളുടെ ആത്മാവ് സംതൃപ്തനല്ല. ആള് അപകടകാരിയുമല്ല. ജോത്സ്യരെ, എന്താ ഇതിനൊരു പ്രതിവിധി? ഇവിടെ നിന്ന് അങ്ങോട്ട് എല്ലാ വർഷവും മുറ തെറ്റാതെ ബലി അർപ്പിക്കണം. അതില് വീഴ്ച വരാൻ പാടില്ല. പിന്നെ ദാഹം വയ്ക്കണം. ദാഹവും എന്നെ ദാഹം വയ്ക്കാൻ എന്തൊക്കെയാ ചെയ്യേണ്ടത്? എന്തൊക്കെയാ ഒരുക്കേണ്ടത്? അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഒരുക്കേണ്ടതില്ല. ജീവിച്ചിരിക്കുമ്പോ പരേതാത്മാവിന് ഇഷ്ടപ്പെട്ടതെന്താണോ അതാണ് ദാഹം വയ്ക്കേണ്ടത്. മനസ്സ് ശുദ്ധമാണെങ്കിൽ പരേതാത്മാവ് അത് ഭക്ഷിച്ച് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു പോവും. എന്താ ചെയ്യാം? പിന്നെ ബലി അർപ്പിക്കുന്ന ചടങ്ങിന് പരേതാത്മാവുമായി ബന്ധപ്പെട്ട എല്ലാവരും ഉണ്ടായിരിക്കണം. ആരെയൊക്കെയാ വിളിച്ചു വരുത്തേണ്ടത് എന്ന് വെച്ചാ അതിന്റെ കാര്യങ്ങളും ആയിക്കോട്ടെ. ഈ ബലിയർപ്പിക്കൽ ചടങ്ങിന് ആരെയാ വിളിക്കേണ്ടത് കാർമ്മികനായിട്ട്? അതിപ്പോ മംഗലത്ത് ശിവശങ്കരൻ നമ്പൂതിരിയുണ്ട്. അയാളാകുമ്പോ കാര്യങ്ങളൊക്കെ വെടിപ്പായിട്ട് ചെയ്യും. പക്ഷേ ഒഴിവുണ്ടാകുമെന്നറിയില്ല. ബലിച്ചടങ്ങിന് എല്ലാവർക്കും അയാള് വേണമെന്ന സ്ഥിതി. അത് ഞാൻ സംസാരിച്ചോളാം. എന്നാ പിന്നെ മറ്റൊന്നും അറിയാനില്ലല്ലോ. ഇല്ല ഇല്ല. ഈ ചടങ്ങുകളെല്ലാം തീർന്നതിന് ശേഷം ഒന്നും കൂടി പ്രശ്നം ഗണിച്ചു നോക്കാം. എന്താ? ആയിക്കോട്ടെ. ദക്ഷിണ ഒരു രൂപ. ശരി. കൊടുക്ക. പിന്നെ ഞാനങ്ങോട്ട്. ശരിക്ക്. ഓ ശരി. അമ്മേ, ചെറിയച്ഛനെ വിവരം അറിയിക്കണം. അവരോട് വന്ന് പങ്കെടുക്കാനും പറയണം. അതിനെന്താ മോളെ, നമുക്ക് വിളിക്കാം. ജ്യോതിയും മനുവിനെയൊക്കെ വിളിക്കണ്ടേ? അവരെയും വിളിച്ചു പറയാം. എങ്കിൽ പിന്നെ ഞാൻ ഇപ്പൊ തന്നെ പോയി കർമ്മിയെ കാണാം. അദ്ദേഹത്തിന് ഒഴിവുണ്ടെങ്കിൽ ചടങ്ങ് നമുക്ക് നാളെ തന്നെ നടത്താം. ശരവണ, നമുക്കൊന്ന് പോയിട്ട് വന്നാലോ? சரி சார், நான் ஒரு சஞ்சி ஏதாவது எடுத்துட்டு வரேன். கர்மன் நாளைக்குன்னு சொன்னா சாதனங்கள் ஏதாவது வாங்கணுமே. இதா வரேன். എടോ, ഒരു കണക്കിന് സന്തോഷിക്കല്ലേ വേണ്ടത്. സ്വപ്നത്തിലെങ്കിലും അച്ഛൻ തന്റെ അടുത്തേക്ക് വന്നില്ലേ? കൂടെ ഇരുന്നില്ലേ? തന്നോട് സംസാരിച്ചില്ലേ? എന്റെ അച്ഛനും അമ്മയും ഒന്നും സ്വപ്നത്തിൽ പോലും എനിക്ക് കൂട്ടായിട്ട് വരാറില്ല. എന്നാ പിന്നെ ഞങ്ങളൊന്ന് പോയിട്ട് വരാം. അമ്മാവാ, ശരവണ വാ. வாங்க அம்மா. രാമകൃഷ്ണേട്ടാ, കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കോണം കേട്ടോ. അത് പിന്നെ സുജാത പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ?
നമ്മുടെ കുടുംബകാര്യമല്ലേ? ആ, എല്ലാം ശരിയാവും. ഞാൻ പോയിട്ട് വരാം. മോളെ, എല്ലാ ചടങ്ങുകളും നമുക്ക് ചെയ്യാം. ഉം. അച്ഛന് വേണ്ടിയല്ലാതെ വേറെ ആർക്ക് വേണ്ടിയാ നമുക്കിതൊക്കെ ചെയ്യാനുള്ളത്? ഉം. മനു എപ്പോഴാ തിരിച്ചു വരുന്നേ? എടോ, ഈ ഔദ്യോഗിക യാത്രകൾക്ക് ഏകദേശം ഒരു കണക്ക് പറയാവുന്നേ ഉള്ളൂ. അത് കൃത്യമാവണമെന്നില്ല. അവിടെ ചെന്ന് കണ്ടീഷൻസ് ഒക്കെ നോക്കിയിട്ട് ഞാൻ തന്നെ വിളിച്ചോളാം. അല്ല, ആദ്യമോനെവിടെ? അവൻ പുറത്തുനിന്ന് കളിക്കുവോ? നാളെ നിത്യച്ചരച്ഛൻ്റെ ബലിച്ചടങ്ങല്ലേ? അതിന് താൻ പോകുന്നില്ലേ? പോണം. അത് പിന്നെ നിത്യച്ച് ഞാൻ ഫോൺ വിളിച്ച് കാര്യം പറഞ്ഞോളാം. എന്റെ യാത്രയുടെ കാര്യം പറയാം. താൻ എന്തായാലും അവിടെ പോണം. ചെല്ലാതിരിക്കരുത്. അത് മോശോ? വാ. അച്ഛാ. ആ, നിങ്ങൾ ഇറങ്ങിയോ? ആ. അമ്മേ. ആ. എത്ര ദിവസം കഴിഞ്ഞിട്ടാ നിന്റെ മടക്കം? 2-3 ദിവസമാവും അമ്മേ. പണ്ടത്തെ പോലെയല്ല, ഇപ്പൊ ഇവിടെ കാത്തിരിക്കാൻ ആളുണ്ട്. അത് ഓർമ്മ വേണം. ശരി ശരി. അല്ല, ആദ്യം എവിടെ? മാഡം, ബാഗ്. എടുത്തു. എടോ, ഞാനൊരു ദൂരയാത്ര പോവാ. 1-2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരൂ. ഞാനില്ലാത്തപ്പോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളണം. എന്ന് പറഞ്ഞാ അപ്പൂപ്പനെ അമ്മൂമ്മയെ നോക്കണം. അമ്മയെ നോക്കണം. കുടുംബത്തിന്റെ മൊത്തം കാര്യങ്ങളും. കേട്ടല്ലോ? മധുര നൊമ്പരക്കാറ്റ്